കർണാടക നിയമസഭാ മന്ദിരത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. നിയമസഭാ മന്ദിരത്തിന്റെ പരിസരത്ത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതായി പരാതി. കോൺഗ്രസ് രാജ്യസഭാ മത്സരാർത്ഥി നാസിർ ഹുസൈന്റെ അനുയായികൾ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നുഴഞ്ഞു കയറിയതായും പരാതിയിൽ പറയുന്നു. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ബോധപൂർവം ആസൂത്രിതമായി ഇത്തരത്തിൽ പാകിസ്ഥാൻ ജയ്വിളി, ഇതിനെതിരെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കർണാടക നിയമസഭാ മന്ദിരത്തിൽ നടന്നിട്ടുള്ള ഗുരുതരമായ സുരക്ഷാ വീഴ്ചയിൽ ഇതിനോടകം കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബംഗളൂരു സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണമോ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നും വിശദമായ അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ആവശ്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ നൽകിയിട്ടുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇന്നലെയാണ് കർണാടകയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിൽ തന്നെ നടക്കവേ അതിൽ കോൺഗ്രസ് പ്രവർത്തകർ പാക് അനുകൂല മുദ്രാവാക്യം, പാകിസ്ഥാന് ജയ് വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ളത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഈ നിയമസഭാ മന്ദിരത്തിനകത്തുണ്ടായിട്ടും ഈ സമയം വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം പിയായി വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മത്സരാർത്ഥിയായി തുടർന്ന് വിജയിച്ചിട്ടുള്ള നാസിർ ഹുസൈനെ ആ ഒരു വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് നാസിർ ഹുസൈന്റെ അനുയായികളും കോൺഗ്രസ് പ്രവർത്തകരും ഈ നിയമസഭാ മന്ദിരത്തിനകത്ത് വളപ്പിനകത്ത് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. പ്രകടനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് പാക് അനുകൂല മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളത്. ഇത്രയും ഗുരുതരമായ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് ഇപ്പോൾ വലിയ രീതിയിൽ BJP ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മറ്റൊരു ഗുരുതരമായ വസ്തുത കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ കയറിക്കൂടിയിട്ടുണ്ട് എന്നും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനും നിയന്ത്രിക്കാനും കഴിവുള്ള തരത്തിൽ ഇത്തരത്തിൽ നിരോധിത ഭീകര സംഘടനയുടെ പ്രവർത്തകർ ഈ പാർട്ടിക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ വേണം എന്ന കാര്യം കൂടിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരശേഖരണം നടത്തുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. നിലവിൽ ഇത്തരത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ബംഗളൂരു സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.